മക്കളെ, ആരാണ് പടച്ച തമ്പുരാൻ? ആരാണ് പടച്ച തമ്പുരാൻ? ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിയിരുന്നു കൊണ്ട് നിന്നെ നിരീക്ഷിക്കുന്നവനാ ആ പടച്ച തമ്പുരാൻ. ഒരു മറയോ ഒരു നിലക്കുള്ള പാസ്വേഡ് വെച്ചാലോ ആ റബ്ബ് കാണില്ല എന്ന് നീ വിചാരിക്കേണ്ടതില്ല. ആ പടച്ച തമ്പുരാൻ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നീ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ കൃത്യമായി കാണുന്നവനാണ്. മാത്രമല്ല വകഅന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ റഖീബാ, ആ പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. മകനോട് പറഞ്ഞു കൊടുക്കണം, മകളോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ പടച്ച തമ്പുരാൻ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. മോനെ, മോളെ, ആ പടച്ച തമ്പുരാൻ ബസീറാണ് കേട്ടോ. നമുക്കെല്ലാവരെയും പറ്റിക്കാം. ഈ ഭൗതിക ലോകത്ത് നമുക്ക് ഒരുപാട് ആളുകളെ പറ്റിക്കാം. നമ്മുടെ മാതാപിതാക്കളെ പറ്റിക്കാം, ഗുരുനാഥന്മാരെ പറ്റിക്കാം, നമുക്ക് വേണ്ടപ്പെട്ട പലരെയും നമുക്ക് പറ്റിക്കാം. എന്നാൽ മോനെ, മോളെ, ആ പടച്ച തമ്പുരാൻ ബസീറാണ്, എല്ലാം കണ്ടറിയുന്നവനാ. നീ എത്ര പാസ്വേഡുകൾ വെച്ചാലും, നീ എത്ര തന്നെ മറച്ചു വെച്ചാലും ആ പടച്ച തമ്പുരാൻ കാണും. ജനങ്ങളെ നിനക്ക് മറച്ചു വെക്കാൻ കഴിയും. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. പടച്ച തമ്പുരാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹുവാണ് പറഞ്ഞത് മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം. അന്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഭർത്താക്കന്മാരുള്ള കാലമാണ്, അന്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഭാര്യമാരുള്ള കാലമാണ്. മക്കൾ മാതാപിതാക്കളെ പറ്റിക്കുന്ന ഒരു കാലമാണ്. എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? പടച്ച തമ്പുരാൻ പറഞ്ഞ ഈ ആയത്താണ്. എന്താണ് പ്രിയപ്പെട്ടവരെ? യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയും. ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് പാസ്വേഡുകൾ വെച്ചുകൊണ്ട് മറച്ചു വെക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, പടച്ച തമ്പുരാന്റെ മുമ്പിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു പാസ്വേഡും വെക്കാൻ കഴിയില്ല. പടച്ച തമ്പുരാൻ എല്ലാം കാണും എന്ന ബോധ്യം അവർക്കുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം.